ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെ പേരിലും പുതുവത്സര ആശംസകൾ നേരുന്നു. ഐ വിഷ് യു ഓൾ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ടപോലെ തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഇവിടെയുള്ള കുവൈറ്റിലുള്ള നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് അല്ലെങ്കിൽ ഗൾഫിലോട്ടോ അല്ലെങ്കിൽ യൂറോപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് സൈഡിലോട്ടോ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ വയലിൻ എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടൊന്ന് തീരുമാനിച്ചത്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോകാണ്ട്. അപ്പം കസ്റ്റംസിൽ അല്ലെങ്കിൽ നമ്മൾ ഇമിഗ്രേഷനിൽ ചെക്കിങ്ങിൽ ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. ലൈക്ക് കൊടുക്കാൻ ഒരു പിശും കാണിക്കരുത്. പിശുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ കാണിക്കുന്ന സംഭവമാണ്. ലൈക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ ലൈക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും പിശു കാണിക്കരുത്. തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു ഫുൾ പാക്കേജാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോക്കകത്ത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവണ്ണം നമ്മൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേസ് നമ്മൾ കൊണ്ടുപോകരുത്. അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ നോർമൽ ചൈന കേസ് നമ്മൾ കൊണ്ടുപോകരുത്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഇതാണ്, തെർമോക്കോളിൻ്റെ കേസാണ്. ഇതിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു വയലിൻ്റെ കേസാണ്. ഇതുപോലത്തെ കേസാണ് നമുക്ക് നോർമലി വാങ്ങാൻ കിട്ടുന്നത്. അപ്പം ഇതുണ്ട്, ഇത് സാധാരണ ഒരു കേസാണ്. നമുക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ കയറി ഒന്ന് ചവിട്ടിയാലും ചിലപ്പോൾ അത് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു ലഗേജ് ഒന്ന് ഇടിച്ചാൽ വയലിൻ ഡാമേജ് ആവും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കേസ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കേസ് നമ്മുടെ ലഗേജിനോട് ചേർത്ത് വെക്കാണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലഗേജിനോട് ചേർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. വേറൊരു ആളുടെ ലഗേജിന് എടുത്തുകൊണ്ട് വെച്ചാൽ അവർ വീണ്ടും വേറൊരു ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു ഹാർഡായിട്ടുള്ള ഒരു അവരുടെ ബാഗോ എന്തെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയലിലേക്ക് ഡാമേജ് വരുന്നത്. ഒരിക്കലും നമ്മൾ വയലിൻ വെക്കുമ്പം ഇങ്ങനെ വെക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ സൈഡിലോട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ നമ്മൾ ഇരിക്കുവാണെങ്കിൽ എൻ്റെ സൈഡിലോട്ടാക്കി, അതായത് നമ്മൾ നിൽക്കുന്ന സൈഡിൽ നമ്മൾ സീറ്റിൻ്റെ സൈഡിലേക്ക് നമ്മുടെ ഇതിൻ്റെ വയലിൻ്റെ ബാക്ക് സൈഡ് വരുന്ന രീതി വെക്കുക. ഇങ്ങനെ വരണം. ഇത് നമുക്ക് അതിനോട് ചേർന്നിരിക്കണം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് വയലിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും നമ്മുടെ സൈഡിലുണ്ട്. എന്നിട്ട് നമ്മുടെ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ അപ്പം അധികം അങ്ങോട്ട് ഫോഴ്സ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ വയലിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ടു വെച്ചാൽ നമുക്ക് എപ്പോഴും വയലിൻ്റെ ബ്രിഡ്ജിലിട്ടായിരിക്കും ചെന്നിട്ട് എപ്പോഴും ലഗേജ് നിന്നിരിക്കുന്നത്. അപ്പം ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനെയുള്ള വില കുറഞ്ഞ കേസസ് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗേജിനടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ വയലിൻ വെക്കുക. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന കേസസ് നിങ്ങളെ കാണിച്ചു തരാം. 3 വയലിനുണ്ട്. ആ 3 വയലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞത്, സ്റ്റോറി അല്ല, നടന്ന സംഭവമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊരു വയലിനിസ്റ്റ് വന്നായിരുന്നു. ഫേമസ് വയലിനിസ്റ്റ് ആരാന്ന് ഞാൻ പറയുന്നില്ല. ആളുടെ കയ്യിലിരുന്ന വയലിൻ കേസ് വളരെ നോർമൽ കേസായിരുന്നു. ആളിവിടെ കുവൈറ്റ് വന്ന് പ്രോഗ്രാമിന് വന്നു. ഇവിടെ വന്നപ്പം ആരോ ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ പോയി ആരെങ്കിലും കയറി അതിൽ ചവിട്ടി. അവരറിഞ്ഞില്ല എന്താണെന്ന് അറിഞ്ഞില്ല. അവത്തെ കയറി ചവിട്ടി വയലിൻ ഒടിഞ്ഞു, നെക്കൊടിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വയലിൻ വാങ്ങിച്ചിട്ട് വായിച്ചൊരു ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള കേസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തേക്കുന്ന കേസ് കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഫൈബർ ഗ്ലാസ് കേസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. ഇത് നമുക്കങ്ങനെ ബ്രേക്ക് ആകത്തൊന്നുമില്ല. നല്ല കേസാണ്. ഇതിൻ്റെ അകത്തോട്ടും നമുക്ക് സേഫായിട്ട് നമുക്ക് വയലിനൊക്കെ ഇരുന്നോളും. അങ്ങനെ കംപ്ലൈൻറ്റ് വരത്തില്ല. ഇതെൻ്റെ ജർമ്മൻ വയലിൻ യൂസ് ചെയ്യുന്ന കേസാണ്. കാണിച്ചു തരാം. എല്ലാ വയലിനും ഓപ്പൺ ചെയ്യാൻ പാടാണ്. ഇത് നമ്മുടെ ജർമ്മൻ വയലിൻ്റെ കേസാണ്. ഇത് നമുക്ക് അയക്കുന്നതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണി ഒരു 15,000 ആയിട്ടുണ്ട്. 15,000 രൂപ ആയിട്ടുണ്ട് ഈ കേസിൻ്റെ വില. ഇത് കുവൈറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഒരു 4 ഇയർ ബാക്ക് വാങ്ങിയതാണ്. ഇനി അടുത്ത കേസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത കേസ് ഇത് US നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത കേസാണ്. ഇത് വളരെ ഹെവി ആയിട്ടുള്ള കേസാണ്.
ഒരു 3 kg ഉണ്ട് ഈ കേസ് തന്നെ. ഇതിൻ്റെ മേളിൽ കയറി ഒരാൾ നിന്നാലും വയലിന് കംപ്ലൈൻറ്റ് വരത്തില്ല. ഇത് നമ്മുടെ ക്യാൻറ്റീനിൽ വെക്കുന്ന കേസാണ്. ക്യാൻറ്റീനിൽ വയൽ ഇലക്ട്രിക് വയലിൽ വെക്കുന്ന കേസാണ്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചും കൂടെ കട്ടിയുള്ള കേസ് വാങ്ങിയത്. അതിന് ഒരു 22,000 ഞാൻ പർച്ചേസ് ചെയ്തത്. അടുത്തത് വരുന്നത് നമ്മുടെ സ്ക്വയർ ടൈപ്പുള്ള കേസാണ്. ഇത് നമ്മുടെ ജെറി ഡേവിസ് സാറിൻ്റെ വാങ്ങി, ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. ജർമ്മൻ കേസാണ് ഇത്. എൻ്റെ വേറൊരു ജർമ്മൻ വയലിൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ല അത്യാവശ്യം നല്ല, ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ നേരത്ത് ഇത് കൊണ്ടുപോകാറുണ്ട്. യാത്ര ചെയ്യാൻ നേരത്ത് ഇത് നല്ലതാണ്. അത്യാവശ്യം നല്ലവണ്ണം കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നിരുന്നാലും സേഫാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കേസസ് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വെച്ചാലും, നമുക്ക് നോർമലി വെച്ചാലും നമ്മൾ വേറൊരു ലഗേജ് ഒന്നും ഇടിച്ചാലും അങ്ങനെ കംപ്ലൈൻറ്റ് വരത്തില്ല വയലിന്. ഓക്കെ, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു 95% നമുക്ക് സേഫാണിത്. പക്ഷേ നമ്മൾ എന്നാലും ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ ബർത്തിൽ വെക്കുമ്പോൾ നമ്മൾ അത് ക്ലിയർ ആയിട്ട് തന്നെ വെക്കുക. ക്ലിയർ ആയിട്ട് വെച്ച് നമ്മളത് ആൾക്കാരെല്ലാം ലഗേജ് വെച്ച് ആ ക്യാബിൻ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ സേഫാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വെക്കുക. ഇത്ര 3 കേസസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഈ വയലിൻ നമുക്ക് ലഗേജ് വിടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലഗേജ് വിടാൻ പറ്റുമെന്ന് വെച്ചാൽ വിടാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുപോകണം. ലഗേജ് വിടാവുന്ന ഒരിതുണ്ട്, ഫ്രാഞ്ചൈൽ സ്റ്റിക്കറെ കൂട്ടിയിട്ട് നമുക്ക് വേണ്ടി വിടാം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് നമുക്ക് വയലിൻ്റെ ഒരു സെക്ഷനായിട്ട് തന്നെ അവർ വിടും. അപ്പോൾ നമുക്ക് ഡാമേജ് വരാൻ ചാൻസ് കുറവാണ്. ഫ്ലൈറ്റ് കേസൊക്കെ ആണെങ്കിലും ഓക്കെ, എന്നാലും ഒരു 95% നമുക്ക് സേഫ് അല്ലെന്ന് തന്നെ പറയാം. നമ്മൾ കാണുന്ന വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ എടുത്ത് എറിയുന്നതൊക്കെ കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത്ര സേഫ് അല്ല. കയ്യിൽ ഹാൻഡ് ക്യാരി നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഏത് ഫ്ലൈറ്റിനാണെങ്കിലും നിങ്ങൾക്ക് ഈ വയലിൻ നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോകാം. ഒരു ലാപ്ടോപ്പ് ബാഗും കൊണ്ടുപോകാം, അല്ലെങ്കിൽ വേറൊരു ബാഗും കൊണ്ടുപോകാം. 7 kg ആണ് നിങ്ങളുടെ വെയിറ്റ് എങ്കിൽ ആ 7 kg നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൻ്റെ കൂട്ടത്തിൽ വയലിനും കൊണ്ടുപോകാം. ഇപ്പം ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ്, എത്തിഹാദ് അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈറ്റും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ കുവൈറ്റ് വന്ന പിന്നെ. അതുകൊണ്ട് നമുക്കറിയാം അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഷുവറാണ്. ഗിറ്റാർ പോലത്തെ ഇൻസ്ട്രുമെൻറ്റും കൊണ്ടുപോകാം, പിന്നെ കീബോർഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇമിഗ്രേഷൻ, അടുത്തൊരു പ്രശ്നം ഇമിഗ്രേഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചെക്കിങ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ചെക്കിങ് വരുന്നുണ്ടല്ലോ. അവിടെ വരുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ നവംബർ പോയിട്ട് ഞാൻ ഡിസംബർ 2 തിരിച്ചു വന്നപ്പോൾ എനിക്ക് പറ്റിയൊരു പ്രശ്നം കൂടെ അതിൻ്റെ അകത്ത് പറഞ്ഞുതരാം. നമ്മുടെ വയലിൻ കേസിൻ്റെ അകത്ത് നമുക്ക് ക്യാരി ചെയ്യാവുന്ന വയലിൻ കേസിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും അഡീഷണൽ സ്ട്രിങ്സ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. വയലിൻ്റെ സ്ട്രിങ്സ് അവർ 25 ഗ്രാമോ അങ്ങനെ എന്തോ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് അത്രയുള്ള സ്ട്രിങ്സോ ഉള്ളൂ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് അത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടുന്ന് പോകുന്നപ്പോഴാണ്, എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുവൈറ്റിൽ നിന്ന് ഒരു 2 വർഷം മുമ്പ് പോകുന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു എക്സ്ട്രാ സ്ട്രിങ്സ് കണ്ടപ്പോൾ അവർ എന്നോട് ഞാൻ അതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോടൊപ്പം അവർ പറഞ്ഞു 25 ഗ്രാമോ അങ്ങനെ എന്തോ സംതിങ് വെയിറ്റേ പറ്റത്തുള്ളൂ, സ്ട്രിങ്സിൻ്റെ കപ്പാസിറ്റി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് അഡീഷണൽ സ്ട്രിങ് അവർ കുഴപ്പമില്ല കൊണ്ടുപോകണം പറഞ്ഞു. പിന്നെ നിങ്ങൾ വയലിൻ്റെ ട്യൂണർ, പിന്നെ അങ്ങനെയുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈവൻ പിക്കപ്പ്, പിന്നെ നമ്മുടെ ട്യൂണറ്, പിന്നെ അങ്ങനെ എന്തെങ്കിലും വയലിൻ്റെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ചെറിയ നമ്മുടെ ഫൈൻ ട്യൂണർ, അങ്ങനെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ഈവൻ ഷോൾഡർ റെസ്റ്റ് വരെ. അത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സെക്യൂരിറ്റി ചെക്കിന് വയലിൻ വിട്ടു. അതിൻ്റെ മെഷീൻ്റെ അകത്തോടെ അവർ ഡിറ്റക്ട് ചെയ്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പം ഷോൾഡർ റെസ്റ്റ് ആണ്. അപ്പോൾ അവർ എന്താണെന്ന് ചോദിച്ചാൽ ഷോൾഡർ റെസ്റ്റ് ആണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ ട്യൂണറെ, എൻ്റെ പിക്കപ്പ് എല്ലാം ഉണ്ട്. പിക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ട, ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നൊരു വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനൊരു സംഭവമെന്ന് ആൾക്കാർക്ക് തോന്നിപ്പോവും. അപ്പം ഇതൊക്കെ നമ്മുടെ ട്യൂണറെ കാണുമ്പോൾ ആ ട്യൂണറിനകത്തൊക്കെ സൗണ്ടൊക്കെ വരും, BP ഒക്കെ അടിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു വയലിൻ ട്യൂണറാണ്, പിന്നെ പിക്കപ്പ് അന്ന് പിക്കപ്പിന് കുറേ വയറൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി.
അപ്പം ഓക്കെ, ഞാനിപ്പം എന്നോടൊരു നല്ലോണം ചോദിച്ചു, കുറേ നേരം അവർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഗൂഗിളിൽ നിന്നുള്ള എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഓക്കെ സംഭവം ഓക്കെ എന്ന് മനസ്സിലായത്. അങ്ങനെ കുറച്ച് ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന കാര്യം ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കെയർഫുള്ളായിട്ട് അത് കൊണ്ടുപോവുക. അപ്പം അത് നമ്മളെ ചെക്കിംഗ് ബാഗിൻ്റെ അകത്ത് ഇട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറെ ഇമിഗ്രേഷൻ വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെക്യൂരിറ്റി ചെക്കിങ്ങിനാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ഈ ട്യൂണറെ പിക്കപ്പ് പോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുക. കൊണ്ടുപോകുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ ഫോട്ടോസൊക്കെ എടുത്ത് അവരെ കാണിക്കണം. അത് നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഓക്കെയാണ്, ഫൈൻ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈം അതിൻ്റെ വേസ്റ്റ് ആവുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അകത്തില്ല. പിന്നെ നമ്മൾ നല്ല സേഫായിട്ട് തന്നെ വിടുക. പിന്നെ നമ്മൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ്. ചില ഉദ്യോഗസ്ഥർ അതും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. ചിലർ കൊട്ടി നോക്കും, വയലിൻ കൊട്ടി നോക്കിയിട്ട് ഇതെന്തോ ഇന്നത്തെ വല്ലതും ഉണ്ടോ ഒന്ന് കുലുക്കിയൊക്കെ നോക്കും. ഞാൻ പറഞ്ഞു സാറേ ഇത് എൻ്റെ പേഴ്സണൽ വയലിനാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള വയലിനാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഓക്കെ അവർ സോറി തിരിച്ചു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോ ചെയ്യാണ്ട് അവരോട് നോർമലി പറഞ്ഞ് മനസ്സിലാക്കുക, സാറേ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ വയലിനാണ്, പ്രൊഫഷണൽ വായിക്കുന്ന വയലിനാണെന്ന് പറഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ച് നോക്കും. അല്ലെങ്കിൽ ഇവർ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, വളരെ ചെറുതായിട്ടുള്ള വീഡിയോ ആണ്, കുറച്ച് നീണ്ടുപോയി കാണും, എന്നാലും നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്ത് കൊടുക്കാൻ ആദ്യം പറഞ്ഞാൽ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പുതുവത്സര ആശംസകൾ.